ഹായ്, ഇതാണ് നമ്മുടെ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് ആൻഡ് ആയുർവേദിക് റിട്രീറ്റ്. ഇത് നമ്മുടെ കണ്ണൂർ പൈതൽമലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ നല്ലൊരു ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഹോളിസ്റ്റിക് സ്റ്റേ ആൻഡ് എക്കോ റിസോർട്ട്. ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വാൻ ലൈഫ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, എയർ ഫ്രെയിം ക്യാബിൻസ് ഉണ്ട്, നോർമൽ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട്. അതുകൂടാതെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് ആയിട്ടുള്ള എയർ ഫ്രെയിം ക്യാബിൻസ്. ഇതാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം. ഇത് 2 ക്യാബിൻസാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അസാധ്യമായ വ്യൂ ആണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂംസാണിത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കോടയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മതിരി വ്യൂ ആണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്ന റിസോർട്ടും. ഈ ഒരു വ്യൂ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് സ്റ്റേ എക്കോ റിസോർട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് 2 സെപ്പറേറ്റ് ക്യാബിൻസാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കോട ഇറങ്ങി കഴിഞ്ഞാൽ അതുപോലത്തെ വ്യൂ ആണ്. ഈവനിങ് നൈറ്റൊക്കെ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ്. അതുപോലെ തന്നെ ഇതൊരു കോമൺ ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഈവനിങ് ടൈമിലും നൈറ്റിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പം ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേ നോക്കുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ഈ ഹോളിസ്റ്റിക് സ്റ്റേ എക്കോ റിസോർട്ട്. ഇതാണ് 2 ക്യാബിൻസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബാൽക്കണീസൊക്കെ അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേസ് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട്. ഇവിടുത്തെ പിന്നെ വേറൊരു അട്രാക്ഷൻ, ഇവിടെ കേരള കർണാടക അതിർത്തി ബൗണ്ടറി ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹിഡൻ വാട്ടർഫോൾസ് ഉണ്ട്. അങ്ങോട്ടുള്ള ട്രെക്കിങ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ വേറെ അവൈലബിൾ ആണ്, ട്രീ ഹൗസ് ഉണ്ട്, വാൻ ലൈഫ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇവിടുത്തെ ഈ ഒരു എയർ ഫ്രെയിം ക്യാബിൻസ് അവിടുത്തെ ഒരു സ്റ്റേയും തന്നെയാണ്. നിരവധി ആൾക്കാർ ഇവിടെ ഇത് അന്വേഷിച്ച് വരുന്നുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് തന്നെയാണിത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോട ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആയുർവേദിക് റിട്രീറ്റ് അവൈലബിൾ ആണ്. അപ്പം അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം കണ്ണൂർ നല്ല ഒരു റിസോർട്ട് സ്റ്റേ നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് സ്റ്റേ റിസോർട്ട്. അതും അവിടുത്തെ എയർ ഫ്രെയിം ക്യാബിൻസാണ് മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരാൻ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മുടെ കണ്ണൂർ നിന്ന് വരുന്ന ആൾക്കാർക്ക് കണ്ണൂർ പുലിക്കുരുമ്പ പൈതൽമല വഴി ഇങ്ങോട്ട് റിസോർട്ടിലെത്താൻ പറ്റും. കണ്ണൂർ ആലക്കോട് വഴി നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ വണ്ടി നമ്മുടെ റിസോർട്ട് വരെ എത്തുന്നതാണ്. റോഡ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. അതും എന്തുകൊണ്ടും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം കണ്ണൂർ നല്ലൊരു വെറൈറ്റി സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ തന്നെയാണിത്. എന്തായാലും പോവുക, അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു.